Hi dear students, I am Neha Rajuke, Assistant Professor PCA Cloud Technology and Information Security Management, St. Teresa's College. So നമ്മുടെ 5th സെമസ്റ്ററിലെ സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഓൾറെഡി syllabus and objectives ഒക്കെ നോക്കി കഴിഞ്ഞു. Then module 1 understand the importance of computer forensics. The main aim of the module is you have to know the importance of cybercrime and then the various tools and techniques of computer forensics. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എന്താണെന്ന് പഠിക്കുന്നുണ്ട് ആൻഡ് ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എവിഡൻസസ് പഠിക്കുന്നുണ്ട് ആൻഡ് യു വിൽ ഏബിൾ ടു നോ ദ suitable computer forensics tools for investigation, and it also helps to improve the skills needed to become an effective forensic investigator. അപ്പം എല്ലാവർക്കും all the best. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ സ്ലൈഡിനകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ പറഞ്ഞിട്ടുണ്ട് മൊഡ്യൂളിനെ പറ്റിയിട്ട്, ദെൻ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്, എവല്യൂഷൻ, ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്, ദെൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ദെൻ വൈ ഡു വി നീഡ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ PPT-ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു സ്മോൾ ഓവർവ്യൂ ആണ്. നിങ്ങൾ ഈ സ്ലൈഡിൽ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനകത്ത് എന്താണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ. So ഇവിടെ the main objective is to find the criminal which is directly or indirectly related to cyber world. So നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്രിമിനലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ദ ഡിജിറ്റൽ എവിഡൻസസ്. ക്രിമിനലിനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എവിഡൻസ് കിട്ടണം. ആൻഡ് ദെൻ പ്രസന്റിങ് എവിഡൻസസ് ഇൻ എ മാനർ ദാറ്റ് ലീഡ്സ് ടു ലീഗൽ ആക്ഷൻ ഓഫ് ദ ക്രിമിനൽ. എന്നിട്ട് എന്താ നമുക്ക് ആ പുള്ളിക്കാരന് ഒരു പനിഷ്മെന്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റണം. സോ അവിടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ എന്താ പറയുക എവിഡൻസ് എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ക്രിമിനലിന് അതിനനുസരിച്ചിട്ടുള്ള പനിഷ്മെന്റ് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതിനെയൊക്കെ പറ്റിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. So let's begin with introduction. Many people across the globe prefer using gadgets like computer, laptops, smartphones, iPads, etc. for communication and online transactions. നമ്മളൊക്കെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ നമ്മൾ ആൻറ്റിവൈറസും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ. സോ അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഓർഗനൈസേഷൻസിന് എത്ര ഡേറ്റ, കോൺഫിഡൻഷ്യൽ ഡേറ്റ കാണും. സോ ദേ യൂസ് വേരിയസ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു പ്രൊട്ടക്ട് കോൺഫിഡൻഷ്യൽ ഡേറ്റ. But in spite of the security measures taken, cybercrime still occurs and is growing day by day. എന്ത് സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ആ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇപ്പം ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഹെൻസ് വി യൂസ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഡിജിറ്റൽ ക്രൈംസ്. നമ്മൾ അതുകൊണ്ടാണ് സൈബർ ഫോറൻസിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫോറൻസിക്സിനെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ക്രൈംസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. So first of all, we have to know what is computer forensics. നമ്മൾ ഡിജിറ്റൽ ഫോറൻസിക്സ് കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഡിജിറ്റൽ ഫോറൻസിക്സിൻ്റെ ഒരു സിനോണിമാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. സോ നമുക്കൊരു അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ഈസ് എ ടെക്നോളജിക്കൽ പ്രാക്ടീസ് ടു ഐഡൻറ്റിഫൈ, കളക്ട്, അനലൈസ് ആൻഡ് റിപ്പോർട്ട് വേരിയസ് ഫോംസ് ഓഫ് ഡിജിറ്റൽ എവിഡൻസസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് എവിഡൻസസ് ആർ ലീഗലി അക്സെപ്റ്റബിൾ. ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടു കുറച്ച് സ്റ്റെപ്സ്, പ്രൊസീജിയേഴ്സ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഫോളോ എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്. അതാണ് ഐഡൻറ്റിഫൈ, കളക്ട്, അനലൈസ് ആൻഡ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞത്. സോ വൺസ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ വിൽ മേക്ക് എ ഡിജിറ്റൽ കോപ്പി ഓഫ് എ ഡിവൈസ് സ്റ്റോറേജ് മീഡിയ. വൺസ് ദ ഒറിജിനൽ മീഡിയ ഹാസ് ബീൻ കോപ്പീഡ്, then it is locked in a safe or other secure facility to maintain its pristine condition. All investigations done on the digital copy. ദെൻ നമ്മൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ആ ഡിജിറ്റൽ കോപ്പിയിലായിരിക്കും ചെയ്യുന്നത്. ഇത്രയുമാണ് ഇവിടെ പ്രൊസീജിയർ വരും. ഒരു കമ്പ്യൂട്ടർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സോ നെക്സ്റ്റ് ഇസ് എവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ ഫോറൻസിക്സ്. ഹിസ്റ്ററി പറയുകയാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ എപ്പോഴാണ് വന്നത്, ഏത് ഇയറിലാണെന്നൊക്കെ. സോ ആ സമയത്ത് തന്നെ ക്രൈംസും ഇൻക്രീസ് ആവാൻ തുടങ്ങി. സോ US law enforcement and military organizations were the first to use computer forensics. അവിടെയാണ് ആദ്യം ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഒക്കെ, അറ്റാക്സ് ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. സോ അവരാണ് ആദ്യം കമ്പ്യൂട്ടർ ഫോറൻസിക്സ് വന്നിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഈ ഫോറൻസിക്സിന് വന്നിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫേസസ്, അതായത് അതിൻ്റെ എവല്യൂഷനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അഡ്ഹോക് ഫേസ്, സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചേർഡ് ഫേസ് ആൻഡ് തേർഡ് വൺ ഈസ് എന്റർപ്രൈസ് ഫേസ്. ഇതാണ് 3 ഫേസസ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഹിസ്റ്ററി പറയുന്നത് അല്ലെങ്കിൽ എവല്യൂഷൻ പറയുന്നത് ഈ 3 ഫേസസിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് നോക്കാം ഫസ്റ്റ് ഫേസ്, അഡ്ഹോക് ഫേസ്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് lack of structure, appropriate tools, written processes and procedures, and even no clear goals were defined.
സോ ആ സമയത്ത് ഒരു ഗോൾ ഉണ്ടായിരുന്നില്ല, അതേപോലെ ലീഗൽ ഫ്രെയിംവർക്ക് പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് അതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കാം. 1970s, in 1970 ഫസ്റ്റ് ക്രൈം കേസസ് ഇൻവോൾവിംഗ് കമ്പ്യൂട്ടർ, മെയിൻലി ഫിനാൻഷ്യൽ ഫ്രോഡ്. ആ സമയത്ത് ഫിനാൻഷ്യൽ ഫ്രോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ 1980s അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവരെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. So 1980s, first financial investigators and court realized that evidences can be stored in various digital media devices. എവിഡൻസിനെ നമുക്ക് വേരിയസ് ഡിജിറ്റൽ മീഡിയ ഡിവൈസസിനകത്തും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അവർ റിയലൈസ് ചെയ്തു. ആ സെയിം ഇയറിൽ നോർട്ടൺ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കമ്പനി അൺറൈസ് ടൂൾ വന്നിട്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ സെയിം ഇയറിൽ തന്നെ ACFE വാസ് ഫൗണ്ടഡ്. ACFE എന്ന് പറയുകയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനേഴ്സ്. അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ഫ്രോഡ് എക്സാമിനേഴ്സ് ആണ് ACFE. അത് ഫൗണ്ട് ചെയ്തു. ദെൻ ആ സെയിം ഇയറിൽ തന്നെ HTCIA വാസ് ഫോംഡ്. HTCIA എക്സ്പാൻഷൻ ഇന്റർനാഷണൽ ഹൈ ടെക്നോളജി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അസോസിയേഷൻ. International High Technology Crime Investigation Association was formed in Southern California. ഇത്രയുമാണ് അഡ്ഹോക് ഫേസിനകത്ത് നടന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചേർഡ് ഫേസ് നോക്കാം. നെക്സ്റ്റ് ഫേസ് ഇസ് സ്ട്രക്ചേർഡ് ഫേസ്. In this phase, various first generation tools and techniques were developed, but most of them were quite complex. ഈ സമയത്ത് നമ്മൾ കുറേ ടൂൾസ് ഡെവലപ്പ് ചെയ്തു, പക്ഷേ അതൊക്കെ കോംപ്ലക്സ് ആയിരുന്നു. ആൻഡ് ഓൾസോ ക്രിമിനൽ ലെജിസ്ലേഷൻ നമ്മൾ എനബിൾ ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാനും എനബിൾ ചെയ്യാനും ഒക്കെ തുടങ്ങി ഈ ഒരു ഫേസിൽ. സോ അതിൻ്റെ നമുക്ക് കുറച്ച് ഒരു ടൈം ലൈൻ നോക്കാം. In 1984, FBI Magnetic Media Program was created and became the Computer Analysis and Response Team. ഒരു മാഗ്നറ്റിക് മീഡിയ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ടീം വന്നിട്ട് ഫോം ചെയ്തു, അത് ക്രിയേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മളിപ്പം കാർട്ട് എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടർ അനാലിസിസ് ആൻഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. ഫേമസ് ആണ്, ഇമ്പോർട്ടൻറ്റും ആണ്. ദെൻ 1987 ആക്സസ് ഡേറ്റ സൈബർ ഫോറൻസിക് കമ്പനി വാസ് ഫോംഡ്. ഒരു സൈബർ ഫോറൻസിക് കമ്പനിയാണ് ആക്സസ് ഡേറ്റ എന്ന് പറയുന്നത്, അത് ഫോം ചെയ്തു. ഇൻ 1988 IACS എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഫൗണ്ട് ചെയ്തു, അതായത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻവെസ്റ്റിഗേറ്റീവ് സ്പെഷ്യലിസ്റ്റ്. ആ ഒരു അസോസിയേഷൻ വന്നിട്ട് ഫോം ചെയ്തു. ദെൻ ആ സെയിം ഇയറിൽ തന്നെ ദ ഫസ്റ്റ് സീസ്ഡ് കമ്പ്യൂട്ടർ എവിഡൻസ് റിക്കവറി സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് ക്ലാസ്സസ് വെർ കണ്ടക്റ്റഡ്. സോ ആ സെയിം വർഷത്തിൽ തന്നെ അവരെന്താ ചെയ്തത്, ഒരു ട്രെയിനിങ് ക്ലാസ്സസും എല്ലാം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ക്രൈം കൂടുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് അവയർനെസ്, അതേപോലെ ട്രെയിനിങ്സ്, അതേപോലെ ഈ ഒരു ഫീൽഡിലോട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കുറേ പേരെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഇതിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. So ഇത് സ്ട്രക്ചേർഡ് ഫേസിന്റെ കണ്ടിന്യൂഷൻ ആണ്. In 1993 ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കമ്പ്യൂട്ടർ എവിഡൻസ് was held. Then 1995 International Organization of Computer Evidence IOCE was formed. Then after that 1997 the G8 countries in Moscow declared that law enforcement personnel must be trained and equipped to address high-tech crimes. So ഈ ഒരു ഇതിൽ G8 countries 1997 G8 countries എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് 8 countries ആണ്. അതിനകത്ത് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, ജപ്പാൻ, US, കാനഡ ആൻഡ് റഷ്യ, ഇത്രയും കൺട്രീസ് ആണ് അതിനകത്ത് വരുന്നത്. അതിൽ അവർ ആനുവലി ഒരു മീറ്റിംഗ് വയ്ക്കും. ആ മീറ്റിംഗിൽ ഗ്ലോബൽ ഇഷ്യൂസ് ലൈക്ക് എക്കണോമിക് ഗ്രോത്ത്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, പിന്നെ ടെററിസം, ഗ്ലോബൽ സെക്യൂരിറ്റി, ഇപ്പം നമ്മുടെ കോവിഡ്, അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കും. സോ അങ്ങനെ എടുത്ത ഡിസിഷനാണ് ഇത്. ലോ എൻഫോഴ്സ്മെൻറ്റ് പേഴ്സണൽസ് എല്ലാവരും ട്രെയിൻഡ് ആയിരിക്കണം, അവർക്ക് ഹൈടെക് ക്രൈംസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ദെൻ 1998 in March G8 appointed IICE to create international principles, guidelines and procedures relating to digital evidences. Then at last 1998 Interpol ഫോറൻസിക് സയൻസ് സിമ്പോസിയം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്റർപോൾ ഫോറൻസിക് സയൻസ് സിമ്പോസിയം എല്ലാ വർഷവും ഇയർലി വന്നിട്ട് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ഫേസ് ആണ് എന്റർപ്രൈസ് ഫേസ്. ഇൻ 1999 FBI കാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. കമ്പ്യൂട്ടർ അനാലിസിസ് ആൻഡ് റെസ്പോൺസ് ടീമാണ് കാർട്ട് കേസ് ലോഡ് എക്സീഡ്സ് 2000 കേസസ്, എക്സാമിൻ 17 TB ഓഫ് ഡേറ്റ. അവരുടെ കേസ് എത്രയാണ് 2000 ആയിട്ട് കേസസ് എക്സീഡായി. ദെൻ അവർ 17 TB ഓഫ് ഡേറ്റ 99 തന്നെ എക്സാമിൻ ചെയ്തു. ദെൻ നമ്മൾ 2003 നോക്കുക, FBI കാർട്ട് ലോഡ് exceeds 6500 കേസസ് ആണ് ആ സമയത്ത് എക്സീഡ് ആയിരിക്കുന്നത്. അതിൽ 782 TB ഓഫ് ഡേറ്റ അവർ എക്സാമിനിങ് ചെയ്തു. അപ്പം കറന്റ് 2020 അപ്പോൾ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദെൻ എന്റർപ്രൈസ് ഫേസിൽ in 2000 ഫസ്റ്റ് FBI റീജിയണൽ കമ്പ്യൂട്ടർ ഫോറൻസിക് ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ 3 ഫേസസ്. നിങ്ങൾക്ക് 3 ഫേസസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ്
ബേസിക് ടെർമിനോളജി നോക്കാം നമുക്ക്. സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. ഇറ്റ് ഈസ് എ ക്രൈം ദാറ്റ് ഇൻവോൾവ്സ് എ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക്. അവിടെ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നെറ്റ്വർക്കോ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൈബർ ക്രൈം എന്നാണ് പറയുക. ദ കമ്പ്യൂട്ടർ മേ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ദ കമ്മീഷൻ ഓഫ് എ ക്രൈം ഓർ ഇറ്റ് മേ ബി ദ ടാർഗറ്റ്. അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഒഫൻസസ് ദാറ്റ് ആർ കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് with a criminal motive to intentionally harm the reputation of the victim or cause physical or mental harm or loss to the victim directly or indirectly using modern telecommunication networks such as internet and mobile phones. So അവിടെ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസോ യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഹാം ആക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. നമുക്ക് ആദ്യം സൂം വൾണറബിൾ ആണെന്ന് കേട്ടപ്പം രണ്ടാമത് സൂം എടുക്കാൻ ഒരു പേടിയായിരുന്നു. ഇപ്പം എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് അവരുടെ ആ റെപ്യൂട്ടേഷൻ കുറഞ്ഞതുകൊണ്ട് അവരുടെ ഫസ്റ്റ് ഉള്ള അത്രയും യൂസേഴ്സ് ഇപ്പം ഇല്ല. സോ അവരുടെ റെപ്യൂട്ടേഷൻ പോയി. അതേപോലെ അത് മെൻ്റലി അവർ ചിലപ്പം ആരെങ്കിലും ഹാം ചെയ്യിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറേ ലോസ് ഉണ്ടായി കാണും. സോ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി വന്നിട്ട് അത് ആരെങ്കിലുമൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതാണ് സൈബർ ക്രൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എന്താണെന്ന് പഠിച്ചു, സൈബർ ക്രൈം എന്താണെന്ന് നോക്കി, നമ്മൾ എവല്യൂഷൻ നോക്കി. സോ ദെൻ ലാസ്റ്റ്, വൈ ഡു വി നീഡ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്? എന്തിനാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്? അതിൻ്റെ ആവശ്യം എന്താണ്? സോ മെയിനായിട്ട് ടു പ്രൊഡ്യൂസ് എവിഡൻസ് ഇൻ ദ കോഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു ബി എ പനിഷ്മെൻറ്റ് ഓഫ് ദ ആക്ച്വൽ. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫോറൻസിക്സ് എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സസ്പെക്റ്റിന് നമുക്ക് മാക്സിമം പനിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റണം. ദെൻ എൻഷുർ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. And then another one is hence the use of computer forensics is growing for the following reasons. എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇത്രയും, അതായത് അതേപോലെ ഇതിനകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇൻക്രീസിങ് ആണ്? എന്തുകൊണ്ടാണ്? ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ, ഡൊമസ്റ്റിക് കേസസ് ഉണ്ട്, ഡേറ്റ IP തെഫ്റ്റ് കേസസ്, ഡെയിലി വന്നിട്ട് ഈ കേസസ് ഒക്കെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ സൈബർ ഫോറൻസിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കാത്ത അവസ്ഥ. ഇപ്പോൾ എല്ലാവരും കോവിഡ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈനാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പലരും മെയിനായിട്ട് അവരുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് വരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പം ഓൺലൈനായിട്ടാണ്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് ക്രൈം അതേപോലെ കൂടി കൊണ്ടുവരികയാണ്. സോ അറ്റ് ലാസ്റ്റ് യുവർ ഡെയിലി അസൈൻമെൻറ്റ് നമ്പർ 1, ടോപ്പിക് മിത്സ് അബൌട്ട് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. മിത്സ് ആൻഡ് ഫാക്ട്. നിങ്ങൾ മിത്ത് എന്താണ്, അതിൻ്റെ ഫാക്ട് എന്താണ്, അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് മൂഡിലിനകത്ത് ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മോഡിലിനകത്ത് കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി കോൾ ഓർ മെസ്സേജ്. നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് ഇതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.